ഹലോ ഫുഡീസ്, നമ്മൾ ജോർജ് കച്ചാപ്പുളി ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് മുകളിലാണ് നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ജോർജിയയിലെ ഏറ്റവും ഫേമസ് ആയ ഇമ്മുറാലി കച്ചാപ്പൂരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ജോർജിയ പോലെ എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 1/4 കപ്പ് ഇളം ചൂടുള്ള പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ആ ഈസ്റ്റും പാലും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പാലും ഈസ്റ്റും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇളം ചൂടുള്ള പാൽ തന്നെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി കിട്ടും. നമ്മൾ ജോർജിയ പോയ സമയത്ത് 2 ടൈപ്പ് ഓഫ് കച്ചാപ്പൂരിയാണ് ടേസ്റ്റ് ചെയ്തത്. ഒന്ന് ഇമ്രാലി കച്ചാപ്പൂരി, പിന്നെ ഒരു ബോർഡ് ഷേപ്പിൽ വന്നിട്ട് മുട്ടയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കച്ചാപ്പൂരി. ടിപ്പ് ചെയ്തിട്ട് കഴിക്കേണ്ട ഒരു കച്ചാപ്പൂരി ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു 2 കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് ഇതിലേക്ക് മുസറല്ല ചീസും ഫെറ്റ ചീസുമാണ്. ഫെറ്റ ചീസാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ജോർജിയയിലുള്ളതൊക്കെ വേറെ ടൈപ്പ് ഓഫ് ചീസുകളാണ് അവിടെ കിട്ടുന്നത്. ഇവിടെ കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല, മേ ബി ഉള്ളിലൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ ഞാൻ കൂടുതൽ സെർച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഫെറ്റ ചീസ് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫെറ്റ ചീസിൻ്റെ. അതിൻ്റെ പകുതി ഭാഗം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അതിൻ്റെ ബാക്കി ഭാഗം. ഓക്കെ, അപ്പോൾ ഈ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. ഫെറ്റ ചീസിൻ്റെ പകുതി ഭാഗമാണ് നമുക്ക് വേണം. പിന്നെ ഒരു പാക്കറ്റ് മൊസറല്ല ചീസും കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പാക്കറ്റിൽ. ചീസൊക്കെ നല്ലോണം അത്യാവശ്യം വേണം കേട്ടോ. ഇത് നല്ല ചീസി ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് ചീസൊക്കെ നല്ലോണം പിശുക്കാതെ തന്നെ നല്ലോണം ആഡ് ചെയ്യണം. അപ്പോൾ ഞാനൊരു പാക്കറ്റ് ഫുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ. മൊസറല്ല ചീസിൻ്റെ ഫുൾ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് എപ്പോഴൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഉണ്ടാക്കുമ്പം ഇത് നല്ല വൃത്തിയിൽ തന്നെ കഴിക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാ ചീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലോണം കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫെറ്റയും പിന്നെ ഈ മസാല ചീസും കൂടി നല്ലോണം മിക്സ് ആവണം. ഓക്കെ, ഇനി നല്ലോണം മിക്സ് ചെയ്ത് നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റൊക്കെ നല്ലോണം ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഇത് കുഴച്ചെടുക്കാം. മാവ് നല്ലോണം സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നല്ലോണം കുഴച്ചെടുക്കുക. കുറേ സമയം കൂടിയിട്ട് മാവിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക കുഴക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാം മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇളം ചൂടുള്ള പാല് നിങ്ങൾക്ക് അളവൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യം 1/4 കപ്പ് ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് 2-3 ടേബിൾ സ്പൂൺ നോക്കിയിട്ട് ആഡ് ചെയ്യുക. അപ്പം അതും വെച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. പാലൊഴിക്കുമ്പോൾ നോക്കി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു സ്മൂത്ത് ഡോ ആവുന്ന വരെ ഒന്ന് പാലൊഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം. അധികം പാലാവരുത്. അപ്പം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ആയാൽ പോലും കുറച്ച് മൈദയിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പം നല്ലോണം ഇടിച്ചും തുഴിച്ചും ഒക്കെ നല്ലോണം കുഴച്ചെടുക്കുക. അപ്പം ഈ കൈക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഓയിൽ കയ്യിൽ പുരട്ടിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. പൊറോട്ടയ്ക്കൊക്കെ കുഴക്കുന്നത് പോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കുഴച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ അധികം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പ്രിഫർ ചെയ്യില്ല. അപ്പം അതിൻ്റെ മാറ്റ് ഉണ്ടെങ്കിൽ നല്ല തന്നെ. പക്ഷേ പ്ലെയിൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം എൻ്റെ സിലിക്കൻ്റെ മാറ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് തന്നെ അത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉള്ളിലെങ്കിൽ ടക്കിങ് ചെയ്ത് നോക്കിയിട്ട് ഒരു 30 മിനിറ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങളിത് കൂടിയിട്ട് 30 മിനിറ്റ് ഒന്ന് വെക്കണം. ഈ മാവൊന്ന് പൊന്തി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ മതി. ഞാനിവിടെ ഓവനിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 30 മിനിറ്റ്സാണ് വെച്ചത്. ഓക്കെ, മാക്സിമം 1 മണിക്കൂർ തന്നെ നിങ്ങൾക്ക് വെക്കാം. കുറച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി എണ്ണ ഞാനിങ്ങനെ പരട്ടി കൊടുത്തിന്. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ ഇതാ നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പം ഞാനിവിടെ ചപ്പാത്തിയുടെ ഒരു പലയിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. കുറച്ച് മൈദയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. നമ്മളിത് റോൾ ചെയ്തിട്ട് പിസ്സ ഡോ ഒക്കെ ആക്കുന്നത് പോലെ പിസ്സേൻ്റെ ആ ഷേപ്പിൽ നല്ലോണം റൗണ്ട് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, പിസ്സേൻ്റെ അതേപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ പരത്തണം. നല്ലൊരു വീതിയിൽ തന്നെ പരത്തിയെടുക്കുക. കുറച്ചൊരു തിക്കായിട്ട് വേണം കേട്ടോ ഇതിൻ്റെ ഡോ. നല്ലോണം സ്ലിം ആവരുത്, കുറച്ചൊരു തിക്ക് വേണം. നല്ല റൗണ്ട് ഷേപ്പിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പരത്താം. നിങ്ങൾക്ക് മാറ്റ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ മാറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചപ്പാത്തിക്ക് വിലക്കുന്ന അതേ ഇതിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇത് പരത്തി ഒരു റൗണ്ട് ഷേപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആക്കി വെച്ച ചീസൊക്കെ അതിൻ്റെ കുറച്ചൊരു 1/4 ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല നടുവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ടക്കിങ് ചെയ്ത് കൊടുക്കുക, എല്ലാം കൂടി കൂട്ടിയിട്ട്. എന്നിട്ട് പിന്നെയും നമുക്കിത് പരത്തി വെക്കാം. ഈ പരത്തപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, നല്ലോണം അമർത്തി അങ്ങ് പരത്താൻ പാടില്ല. അപ്പോൾ ചീസൊക്കെ പൊട്ടിപ്പോവും, ആ ലെയറൊക്കെ. അതുകൊണ്ട് ചീസൊന്നും പുറത്ത് വരാത്ത രീതിയിൽ നല്ലോണം മെല്ലെ സോഫ്റ്റായിട്ട് പരത്തിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ പിസ്സേൻ്റെ സൈസിൽ നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പം എല്ലാ സൈഡും ഈക്വലാകുന്ന രീതിയിൽ വേണം പരത്തിയെടുക്കാൻ കേട്ടോ. സൈഡിലും മിഡിലും ഒക്കെ ഓരോ രീതിയിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം അധികം ശക്തി കൊടുത്തിട്ട് പരത്തണ്ട. ഓക്കെ, ഒരു ലെവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇത് ഓവൻ സേഫ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു റൗണ്ടൊക്കെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ ബാക്കിയുള്ള ചീസ് ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ചീസൊക്കെ എല്ലാവരും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ കൂടുതൽ ചീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലൈസ് ചെയ്ത ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 സ്ലൈസ് ചെയ്ത ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചീസ് തന്നെ. അപ്പം അതിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് 2 ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ച പാക്കറ്റിൽ 2 ടേബിൾ സ്പൂൺ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുക്കിംഗ് റേഞ്ചിൻ്റെ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം 7 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നിന്ന് 180യിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. 180യിൽ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കുറച്ചൊന്ന് പൊന്തിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം ഇതൊരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അറിയാം ഇതായിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇതിൻ്റെ സോസ് ഉണ്ടാക്കാം. അപ്പോൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 5 or 6 ഡ്രൈഡ് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് ബോയിൽ ആവട്ടെ. എന്നിട്ട് ഇത് ബോയിലായി തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. നല്ല പേസ്റ്റ് ആവാൻ പാടില്ല, എന്നാൽ പോലും കുറച്ചൊരു തരി പോലെ ഇരിക്കുന്ന രീതിയിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഓക്കെ, ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ പാത്രം ഒന്ന് കരിഞ്ഞു പോയി കേട്ടോ ഓയിൽ ആഡ് ചെയ്തപ്പം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ജിഞ്ചറും ഗാർലിക്കും കൂടി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു ഒണിയൻ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒണിയൻ്റെ കളറൊക്കെ മാറി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയ രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അരക്കുന്ന സമയത്ത് ഞാനൊരു 2 തണ്ട് കൊറിയാൻഡർ ലീഫും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, തക്കാളിയുടെ ചെറിയൊരു ക്രഷ് പോലെയൊക്കെയാണ് ഞാൻ അരച്ചത്. നല്ല പേസ്റ്റാക്കി എടുത്തില്ല. ഒരു 2-3 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് 2-3 ടേബിൾ സ്പൂൺ ഇത് കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റോളം ഇങ്ങനെ നല്ലോണം തിളപ്പിച്ച് നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതാ നമ്മളുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കച്ചാപ്പൂരിക്ക് വേണ്ട സോസും കൂടി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. എൻ്റെ മേലാഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഒരു ജോർജിയൻ കച്ചാപ്പൂരി. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചീസൊക്കെ ആയി വരുമ്പോൾ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇവിടെ മോൾക്കും ഹസ്ബൻഡിനും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ചീസ് കൂടുതലുള്ളതുകൊണ്ട് എപ്പോഴും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാൽ പോലും വല്ലപ്പോഴും കഴിക്കാൻ കുഴപ്പമില്ല. അങ്ങനെ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഉണ്ടാക്കി ഞാനിവിടെ വന്നിട്ട് അപ്പം ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ അവനിലാണ് വെച്ചത്. അതും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് കച്ചാപ്പൂരി ഞാൻ ഉണ്ടാക്കിയത്. അതും സൂപ്പറായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല ടേസ്റ്റ്. നമുക്ക് അതേ ഒരു ടേസ്റ്റ് തന്നെ ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ തന്നെ. അപ്പോൾ ജോർജിയൻ കച്ചാപ്പൂരി കഴിക്കേണ്ടിയിട്ട് ഇനി ജോർജിയനിൽ പോകണ്ട, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അടിപൊളി ഈസി ആയിട്ട് കച്ചാപ്പൂരി ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണം ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. നൗ കുക്ക് വിത്ത് ലവ്. ബൈ.